പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിയോളജിയ ദൈവശാസ്ത്ര ക്ലാസ്സിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സഭയുടെ സാമൂഹിക ദർശനങ്ങളെ സംബന്ധിച്ച ക്ലാസ്സുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സാമൂഹിക ജീവിതവും ആത്മീയ ജീവിതവും തമ്മിലുള്ള ബന്ധവും, ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതവും ധാർമ്മികതയും തമ്മിലുള്ള ബന്ധവും, നന്മ തിന്മ അവസ്ഥകളെക്കുറിച്ചുള്ള പരിചിന്തനങ്ങളുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നടത്തുകയുണ്ടായി. ചരിത്രഗതിയിൽ സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ ശക്തമായ ഇടപെടലുകൾക്ക് മുൻപ് എന്താണ് സംഭവിച്ചത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടു. ഫ്രഞ്ച് വിപ്ലവവും വ്യാവസായിക വിപ്ലവവും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ആവിർഭാവവുമൊക്കെ നാം കണ്ടു കഴിഞ്ഞു. വീണ്ടും ലിബറലിസം സ്വതന്ത്രവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പോളത്തിൻ്റെ ആവശ്യ ഉൽപാദക ലഭ്യതയനുസരിച്ചിട്ടുള്ള സാമ്പത്തിക അവസ്ഥയുടെ സ്ഥിതിയുടെ ദുരന്ത അവസ്ഥകളും അതിൻ്റെ കാര്യകാരണങ്ങളുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായി കണ്ടതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ സഭ ചരിത്രഗതിയിൽ എന്താണ് സാമൂഹിക രംഗത്ത് ചെയ്തിരുന്നത്, സഭയുടെ സാമൂഹിക ദർശനങ്ങൾ എന്തായിരുന്നു, സോഷ്യൽ ഡോക്ട്രിൻസ് ഇതിനെ സംബന്ധിച്ച് എന്തായിരുന്നു എന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ കാണുകയാണ്. ഒരുപക്ഷെ ഫ്യൂഡൽ വ്യവസ്ഥിതിയെക്കുറിച്ചും ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ പറയുന്നതിന് മുൻപായിട്ട് തന്നെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു വസ്തുതയുണ്ട്. പ്രത്യേകിച്ച് 1600-കളിൽ അല്ലെങ്കിൽ 17 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ സഭ, ക്രൈസ്തവ സഭ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ നടത്തിയിരുന്ന സാമൂഹിക പ്രവർത്തനങ്ങളെക്കുറിച്ചും ഏകദേശം ഒരു അറിവ് നമുക്കുണ്ടാകണം. അതിൽ ഏറ്റവും അഗ്രഗണ്യമായി നിൽക്കുന്ന ഒരു പേര് വിൻസെൻ്റ് ഡി പോളിൻ്റേതാണ്. 1576 ജനിച്ച് 1660 മരിച്ച വിൻസെൻ്റ് ഡി പോളിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന സാമൂഹിക അവസ്ഥ അങ്ങേയറ്റം ശോചനീയമായിരുന്നു. കാരണം പട്ടിണിയും യുദ്ധങ്ങൾ മൂലമായിട്ട് പട്ടിണിയായിത്തീർന്ന ഒരു ജനത്തിൻ്റെ വളരെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് വിൻസെൻ്റ് ഡി പോൾ 1629 വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി സ്ഥാപിക്കുകയും വിൻസെൻ്റ് ഡി പോൾ കോൺഗ്രിഗേഷൻ സ്ഥാപിക്കുകയും പാവപ്പെട്ടവരെയും അനാഥരെയും ശുശ്രൂഷിക്കുവാനായ സാമൂഹിക പരിഷ്കരണ കർമ്മങ്ങളൊക്കെ ആരംഭിച്ചത് ആ കാലഘട്ടത്തിലാണ്. പാരീസിൻ്റെ തെരുവീഥികളിൽ അനാഥരായി കിടന്ന പാവപ്പെട്ടവരെ പെറുക്കിയെടുത്തുകൊണ്ട് അനാഥാലയങ്ങൾ സ്ഥാപിക്കുകയും ഒപ്പം തന്നെ രോഗികളായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി ആശുപത്രികൾ സ്ഥാപിക്കുകയും ചെയ്തു. ആ നൂറ്റാണ്ടിൽ തന്നെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന കോൺഗ്രിഗേഷൻ അദ്ദേഹം ആരംഭിച്ചു. പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുവാൻ, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും സംരക്ഷിക്കുവാനായിട്ട് സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷൻ അദ്ദേഹം ആരംഭിച്ചു. ഇത് ചരിത്രഗതിയിൽ, പ്രത്യേകിച്ച് ഫ്രഞ്ച് ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. കാരണം സാമൂഹിക അവസ്ഥ, പ്രത്യേകിച്ച് സാമൂഹിക നീതി അങ്ങേയറ്റം ദുർബലമായിരുന്ന ഒരു അവസ്ഥയിലാണ് കോൺഗ്രിഗേഷനുകളും പ്രത്യേകിച്ച് സഭാ സ്ഥാപനങ്ങളുമൊക്കെ ഫ്രഞ്ച് രാജ്യത്ത്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ആരംഭിച്ചത്. ക്ലൂണി സിസ്റ്റേഴ്സ് പോലെയുള്ള കോൺഗ്രിഗേഷൻസ്, അതേപോലെ തന്നെ നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുടെ, സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് അനേകം സാമൂഹിക പരിഷ്കരണങ്ങൾ വരുത്തുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. വീണ്ടും ദാസ് ക്യാപിറ്റൽ 1848 പുറപ്പെടുവിച്ച ദാസ് ക്യാപിറ്റലിൻ്റെ അതേ വർഷം തന്നെ ഇംഗ്ലണ്ടിൽ ആംഗ്ലിക്കൻ സഭയും ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടന സ്ഥാപിച്ചു. കാരണം തൊഴിലാളികളെ ചൂഷണത്തിന് വിധേയമാക്കുന്ന മുതലാളി വ്യവസ്ഥയ്ക്കെതിരായിട്ട് ക്രിസ്ത്യൻ രാജ്യങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഓരോ പ്രസ്ഥാനങ്ങൾ ഈ നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിസ്തർക്കമായ വസ്തുതയാണ്. 1848 ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയൻ ആരംഭിച്ചു. ഇനി കത്തോലിക്ക രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ 1870 എമ്മാനുവൽ ഫോൺ കെറ്റ്ലർ എന്ന് പറയുന്ന ഒരു വൈദികൻ ജർമ്മനിയിൽ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു സംഘടന സ്ഥാപിച്ചു. ഓസ്ട്രിയയിലും അതേപോലെ തന്നെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സംഘടനകൾ സ്ഥാപിച്ചു. ഇതിലേറ്റവും പരാമർശ വിധേയമാകേണ്ട ഒരു സംഭവം ഉണ്ടായത് ഫ്രാൻസിലാണ്.
ലൊക്കാർജിയെ, ഫ്രെഡറിക് ഓസാനാം തുടങ്ങിയവർ സോഷ്യലിസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ സ്ഥാപിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് നമുക്കേവർക്കും അറിയാവുന്ന 1833 സ്ഥാപിതമായ വിൻസെൻ്റ് പോൾ സൊസൈറ്റി ഇതിൽ അങ്ങേയറ്റം പരാമർശ വിധേയമാകേണ്ടതാണ്. കാരണം ലോകത്ത് ആകമാനം ഇന്ന് സ്ഥാപിതമായിരിക്കുന്ന ഈ വിൻസെൻ്റ് പോൾ സൊസൈറ്റി മൂലം അനേകം ആയിരങ്ങൾക്ക് താങ്ങും തണലുമായി തീരുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ചരിത്രത്തിൽ ഈ വിൻസെൻ്റ് പോൾ സൊസൈറ്റി ഫ്രെഡറിക് ഓസാനം സ്ഥാപിച്ച് മാറുകയുണ്ടായി. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 1849 അഡോൾഫ് കോൾപിംഗ് എന്ന് പറയുന്ന വൈദികൻ സ്ഥാപിച്ച, ജർമ്മനിയിൽ സ്ഥാപിച്ച കോൾപിംഗ് സൊസൈറ്റിയും ഇതേപോലെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് താങ്ങും തണലുമായി ഇന്ന് ഏകദേശം 28 രാജ്യങ്ങളിലായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിൽ അംഗങ്ങളാണ്. അപ്പോൾ സഭയുടെ ചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ വ്യാവസായിക വിപ്ലവത്തിന് മുമ്പ് തന്നെ സാമൂഹിക രംഗത്ത് ശക്തമായിട്ട് സഭ ഇടപെടലുകൾ നടത്തിയിരുന്നുവെന്ന് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. ഇതിനെ നമുക്കാർക്കും കണ്ണിടച്ച് ഇരുട്ടാക്കാനായിട്ട് പറ്റുകയില്ല. കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ് സാമൂഹിക മാറ്റങ്ങൾക്ക് ഇടയായത് എന്നുള്ള ഇന്നത്തെ ചില ആധുനിക വാദഗതികളുടെ മുൻപിൽ വസ്തുതകളെ സാക്ഷി നിർത്തി നമുക്ക് പറയാനായിട്ട് പറ്റും. 15ാം നൂറ്റാണ്ടുകൾ മുതൽ ശക്തമായിട്ട്, അതിനു മുമ്പ് പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, പക്ഷേ 15ാം നൂറ്റാണ്ട് മുതൽ വ്യവസായ വിപ്ലവം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ശക്തമായിട്ട് സാമൂഹിക നീതിക്ക് വേണ്ടി സഭ വളരെ ശക്തമായിട്ട് സമൂഹത്തിൽ ഇടപെട്ടിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ റേരും നൊവാരും എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തെക്കുറിച്ച് ഏതാനും ചിന്തകൾ നമ്മൾ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റേരും നൊവാരും ലിയോ 13 മാർപ്പാപ്പയുടെ ഈ ചാക്രിക ലേഖനം എന്ന് പറയുന്നത് പെട്ടെന്ന് പൊട്ടിവിരിഞ്ഞ ഒരു സംഭവമല്ല. പിന്നെയോ നൂറ്റാണ്ടുകളിലൂടെ സഭ നടത്തിയിട്ടുള്ള സാമൂഹിക പ്രബോധനങ്ങളുടെ ഒരു പൂർത്തീകരണം എന്നോണം വ്യക്തമായി നിയതമായിട്ടുള്ള മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനമായിരുന്നു റേരും നൊവാരും. അപ്പം അതുകൊണ്ട് ഇതൊരു അന്തരീക്ഷത്തിൽ പെട്ടെന്ന് പൊടുന്നനവെ പൊട്ടിവിരിഞ്ഞ ഒരു സംഭവമല്ല റേരും നൊവാരും എന്ന് പറയുന്ന ചാക്രിക ലേഖനം. ഈ റേരും നൊവാരും എന്ന് പറയുന്ന ചാക്രിക ലേഖനം എഴുതിയ ലിയോ 13 മാർപ്പാപ്പയെക്കുറിച്ചും കൂടെ ഒരു വാക്ക് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം 25 വർഷങ്ങളോളം പേപ്പസി അല്ലെങ്കിൽ ഭരണാധികാരം നിർവഹിച്ച ഈ മാർപ്പാപ്പ അങ്ങേയറ്റം തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, ഇടയലേഖനങ്ങൾ, മെത്രാപ്പോലിത്തി ആയിരുന്ന കാലഘട്ടത്തിലെ ഇടയലേഖനങ്ങൾ, ബ്രസൽസിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകളൊക്കെ അങ്ങേയറ്റം ചരിത്രം അങ്ങേയറ്റം അംഗീകരിക്കുന്ന വസ്തുതകളാണ്. ഒരിക്കൽ ആയിരക്കണക്കിന് തൊഴിലാളികളുമായിട്ട് അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി തിരുസഭ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഒന്നടങ്കം ആർത്തു വിളിച്ചുവെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാർപ്പാപ്പ എന്ന് തൊഴിലാളികൾ ഒന്നടങ്കം അദ്ദേഹത്തെ അംഗീകരിച്ചു. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പിതാവ് എന്ന് അദ്ദേഹത്തെ വിളിച്ചുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ റേരും നൊവാരും എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം തന്നെ ആരംഭിക്കുന്നത് തൊഴിലാളികളുടെ അവസ്ഥയെക്കുറിച്ച്, വ്യവസായിക വിപ്ലവത്തിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന തൊഴിലാളികളുടെ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. അതിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് തൊഴിലാളികൾ ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്നു. അനിയന്ത്രിതമായിട്ടുള്ള മുതലാളിത്തം സാമൂഹികമായിട്ടുള്ള നീതിയെ തകിടം മറിക്കുന്നു. അദ്ദേഹം അതിന് കാരണങ്ങളായിട്ട് പറയുന്നത്, ഒന്ന്, മനുഷ്യമഹത്വത്തെ അംഗീകരിക്കാത്ത കമ്പോള മുതലാളിത്ത വ്യവസ്ഥിതി തെറ്റാണെന്ന് ആദ്യ ഭാഗത്ത് തന്നെ റേരും നൊവാരും അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. വീണ്ടും അദ്ദേഹം പറയുന്നു, ദൈവമാണ് സൃഷ്ടാവ്. മനുഷ്യമഹത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവഛായയിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന അടിസ്ഥാനപരമായ സത്യമാണ്. അതുകൊണ്ട് ഏതൊരു തൊഴിലാളിയും ബഹുമാനിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും അവൻ്റെ അവകാശങ്ങൾ സാധിച്ചു കൊടുക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് എന്ന് റേരും നൊവാരും എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 13ാമത്തെ നമ്പറിൽ അദ്ദേഹം പറയുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നു, അസമത്വങ്ങൾ ലോകത്തിൽ സാധാരണമാണ്. കാരണം ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ്.
ഓരോ വ്യക്തിയുടെ കഴിവുകളും വ്യത്യസ്തങ്ങളാണ്. ഓരോ വ്യക്തിയുടെ ഭൗതിക വ്യാപാരങ്ങളും വ്യത്യസ്തമാണ്. അപ്പം അതുകൊണ്ട് സമത്വ സുന്ദരമായ എല്ലാവരും ഒരുപോലെ ആകണമെന്ന് പറയുന്നത് ദൈവിക നീതിക്ക് നിരക്കുന്നതല്ല. അപ്പം അതുകൊണ്ട് ഈ കഴിവുകളുടെ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ അസമത്വം എന്ന് പറയുന്നത് ഇതിൻ്റെ മനുഷ്യ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്ന ഒരു വസ്തുത, വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യ സ്വത്ത് അവകാശം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ആ ദൈവം സൃഷ്ടിച്ച, ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെ മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ് സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ ശക്തമായിട്ടൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. സ്വകാര്യ സ്വത്ത് അവകാശം ഉണ്ടെന്ന് പറയുമ്പോഴും ഒരിക്കലും അത് അനിയന്ത്രിതമല്ല എന്ന് പറഞ്ഞാൽ അത് ചൂഷണത്തിനുള്ള ഒരു ഉപാധിയോ എന്തുമാത്രം എനിക്ക് സ്വന്തമായിട്ട് വാരിക്കൂട്ടാനുള്ള ഉപാധിയോ അല്ല സ്വകാര്യ സ്വത്ത് സമ്പാദനം. അതിന് വ്യക്തമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ്, രാഷ്ട്രം നിർമ്മിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മൂന്നാമതായിട്ട് തൊഴിലാളികളെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അവകാശങ്ങൾ ഉണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ അങ്ങേയറ്റം അവരുടെ ഉത്തരവാദിത്തങ്ങളുമുണ്ട്. കാരണം സൃഷ്ടിയുടെ ഭാഗം എന്നതുപോലെ തൊഴിലിനെ പരിഗണിക്കുവാനായിട്ട് ഓരോ തൊഴിലാളിയും തയ്യാറാകണം. നാലാമത് അദ്ദേഹം പറയുന്നത് മുതലാളികളോടാണ്. അപ്പം നാലാമത്തെ കാര്യം, മുതലാളികളോട് അദ്ദേഹം പറയുന്നു, അനിയന്ത്രിതമായിട്ടുള്ള മുതലാളിത്ത വ്യവസ്ഥിത തിന്മ തന്നെയാണ്. തൊഴിലാളികളുടെ അവകാശങ്ങളെ അംഗീകരിച്ചു കൊടുക്കുക, ന്യായമായ വേതനം, കൂലി അവർക്ക് നൽകുക, സ്ത്രീകളെയും കുട്ടികളുടെയും അവരുടെ ശാരീരികമായിട്ടുള്ള കഴിവനുസരിച്ച് മാത്രമേ അവരെ ജോലിക്ക് വെക്കാവുകയുള്ളൂ. അവർക്ക് ആവശ്യമായ വിശ്രമ സമയം നൽകണം. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഇപ്രകാരമുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ വിശ്രമത്തെക്കുറിച്ചും തൊഴിലിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഇത് ബാലിശമായിട്ട് തോന്നാമെങ്കിലും 18ാം നൂറ്റാണ്ടിൽ അങ്ങേയറ്റം ചൂഷണം ചെയ്യപ്പെട്ട ഒരു വിഭാഗം ജനതയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് അവകാശമുണ്ടെന്നും സ്വാതന്ത്ര്യമുണ്ടെന്നും നീതിപൂർവമായിട്ടുള്ള വേതനം നൽകണമെന്നും അവർക്ക് ലിബർട്ടി, സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ അവർക്ക് വിശ്രമം വേണമെന്നും, തൊഴിലെടുത്തതിന് ശേഷം അവർക്ക് വിശ്രമ സമയം അനുവദിക്കണമെന്നുള്ള മാർപ്പാപ്പയുടെ ഈ ചാക്രിക ലേഖനത്തിൻ്റെ പ്രസ്താവനകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഒരു വിപ്ലവത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ പ്രവാചക സ്വഭാവമുള്ളതായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു റേരും നൊവാരും എന്നുള്ള ചാക്രിക ലേഖനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അനേകം ചാക്രിക ലേഖനങ്ങൾ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാനും ചാക്രിക ലേഖനങ്ങൾ മാത്രം കാലം അനുസരിച്ചുകൊണ്ട് ഞാനെന്ന് പറയുകയാണ്. ആദ്യം റേരും നൊവാരും പുറത്തിറങ്ങിയത് 1891. വീണ്ടും കാദ്ര ജെസ്സിമോ അന്നോ 1931 പുറത്തിറങ്ങി. മാതാവും ഗുരുനാഥയും എന്ന് പറയുന്ന ചാക്രിക ലേഖനം 1961. വീണ്ടും പാച്ചം ഇൻ തേറീസ്, ഭൂമിയിൽ സമാധാനം എന്ന് പറയുന്ന ചാക്രിക ലേഖനം 1963 പുറത്തിറങ്ങി. വീണ്ടും നമുക്കറിയാം, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പുറത്തിറക്കിയ പ്രമാണരേഖയായിട്ടുള്ള ഗൗഡിയം എത്ത് സ്പെസ്, സഭ ആധുനിക ലോകത്തിൽ എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിലുള്ള സഭ സമൂഹത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് എന്ന് നമുക്കറിയാം. വീണ്ടും ജനതകളുടെ പുരോഗതി എന്ന് പറയുന്ന 1967 ചാക്രിക ലേഖനം, ഒക്ടോജേതേജിസ്മോ അന്നോ എന്ന് പറയുന്ന 1971 ചാക്രിക ലേഖനം, ലംബ്രാരോ എക്സർച്ചൻസ് എന്ന് പറഞ്ഞാൽ മാനുഷിക പ്രയത്നം എന്ന് പറയുന്ന 1982 ചാക്രിക ലേഖനം, ഏറ്റവും അവസാനം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമുള്ള 1991 ചെന്തസിമസ് അന്നൂസ് എന്ന് പറയുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം. റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ ഈ ചാക്രിക ലേഖനം വളരെയേറെ പരാമർശം അർഹിക്കുന്നൊരു ചാക്രിക ലേഖനമാണ്. കാരണം 17, 18, 19 നൂറ്റാണ്ടിൻ്റെ ഒരു സാമൂഹിക അവസ്ഥയല്ല 20ാം നൂറ്റാണ്ടിൻ്റെ. ഈ
ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് ആധുനിക കാലഘട്ടത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥിതികളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം 1989 മുതൽ കമ്മ്യൂണിസത്തിൻ്റെ പരാജയങ്ങളും കമ്മ്യൂണിസത്തിൻ്റെ നാശങ്ങളും ഇരുമ്പ് മറകളെ പൊട്ടിച്ചുകൊണ്ട് ഓരോ രാഷ്ട്രങ്ങളും പുറത്തു വന്നതിൻ്റെയും ചരിത്ര സത്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പ്രത്യേകിച്ച് മാർപ്പാപ്പയുടെ ഇടപെടലുകളെക്കുറിച്ച് നമുക്കറിയാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പോളണ്ടുകാരനായിട്ടുള്ള അദ്ദേഹം ഈ കമ്മ്യൂണിസത്തിനെതിരായിട്ട് നടത്തിയ പ്രവർത്തനങ്ങളും അപ്രകാരം പോളണ്ട്, റുമേനിയ, റഷ്യ തുടങ്ങിയ ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാഷ്ട്രങ്ങൾ കമ്മ്യൂണിസത്തിൻ്റെ കിരാത ഹസ്തങ്ങളിൽ നിന്ന് പുറത്തു വന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ അവസ്ഥയിലേക്ക് പുറത്തു വന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം കുറിച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിസത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിൻ്റെ അപര്യാപ്തതയും മുതലാളിത്തത്തിൻ്റെ ദുരുപയോഗവും ഒരിക്കലും സഭ അംഗീകരിക്കുന്നില്ല എന്ന് ഈ പുതിയ ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. ക്യാപിറ്റലിസവും കമ്മ്യൂണിസത്തേക്കാൾ ഉപരിയായിട്ട് അർഹതപ്പെട്ട സാമൂഹ്യ നീതി പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടായ്മയുടെ മനോഭാവമാണ് ഈ സാമൂഹിക വ്യവസ്ഥതയിലും സാമ്പത്തിക അവസ്ഥയിലും കൊണ്ടുവരണമെന്ന് ഈ കാദ്രോജസിമോ അനോസ് എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. ഈ ചാക്രിക ലേഖനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ചരിത്രത്തിൻ്റെ ഗതിവിഗതികളിൽ സഭയുടെ സാമൂഹിക ദർശനം സാമൂഹിക നീതിക്ക് വേണ്ടി എന്നും നിലകൊണ്ടിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഒരുപക്ഷെ 1789 ഫ്രഞ്ച് വിപ്ലവമാണ് അടിസ്ഥാനപരമായിട്ടുള്ള മാനുഷിക മൂല്യങ്ങളെ, അതായത് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന മൂല്യങ്ങളെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ പോലും അതിൻ്റെ അടിത്തറയായിട്ട് വർത്തിച്ചിട്ടുള്ള മൂല്യങ്ങൾ എന്ന് പറയുന്നത് ക്രൈസ്തവ സഭ സമൂഹത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളാണെന്ന് ചരിത്രം നമ്മുടെ മുമ്പിൽ സാക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷേ സമൂഹം ഇന്ന് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മാനുഷിക അവകാശ പ്രഖ്യാപനങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് സുവിശേഷ പുണ്യങ്ങളാണെന്നും സഭയുടെ കൽപ്പനകളാണെന്നും അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരുസഭയുടെ കൽപ്പനകളാണെന്നുമെന്ന് ഇന്ന് ലോകം അംഗീകരിക്കുന്ന വസ്തുതയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇനി അടുത്തതായിട്ട് കാണാനായിട്ട് പോകുന്നത് തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഒപ്പം തന്നെ സ്വകാര്യ സ്വത്തിനെക്കുറിച്ചും നമുക്ക് ഏതാനും ചില ചിന്തകൾ കൂടെ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. സ്വകാര്യ സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതി സഭയെ എപ്പോഴും ആക്ഷേപിക്കുന്ന ഒന്നാണ്. സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കുന്ന നിലപാടുകളാണ് സഭ എപ്പോഴും എടുക്കുന്നത് എന്ന്. എന്താണ് സ്വകാര്യ സ്വത്തിനെ കുറിച്ച് ഉള്ള സഭയുടെ കാഴ്ചപ്പാടുകൾ? വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ സമ്പത്തിനെ കുറിച്ചും സഭ പഠിപ്പിക്കുന്നതും വചനം പഠിപ്പിക്കുന്നതും സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നതും എന്താണെന്ന് ചില വിചിന്തനങ്ങൾ മാത്രം ഈ നിമിഷത്തിൽ നടത്തുവാനായിട്ട് നമ്മൾ സമയം ചിലവഴിക്കുകയാണ്. ആദ്യമായിട്ട് സ്വകാര്യ സ്വത്ത് അവകാശം എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം അതിന് ഉണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മൾ ദൈവ കൽപ്പനകളിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന് പറയുന്നതിൽ തന്നെ ഓരോ വ്യക്തിക്കും വ്യക്തിപരമായിട്ട് സ്വകാര്യമായിട്ട് അവൻ്റെ സ്വത്തായിരിക്കുന്ന വസ്തുവകകൾ അന്യൻ മോഷ്ടിക്കാനായിട്ട് പാടില്ല എന്നുള്ള കൽപ്പനയിൽ തന്നെ ഓരോ വ്യക്തിക്കും സ്വകാര്യമായിട്ട് സ്വത്ത് ഉണ്ടാകാം എന്നുള്ള ദൈവ കൽപ്പന തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ലേവ്യരുടെ പുസ്തകം 25, 28 വരെയുള്ള അധ്യായങ്ങളിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാം, ഓരോ വ്യക്തിക്കും അർഹതപ്പെട്ട അവകാശപ്പെട്ട ഭൂമി അവന് സംരക്ഷിക്കണം. പ്രത്യേകിച്ച് ജൂബിലി, അവൻ്റെ കുടുംബപരമായിട്ട് കിട്ടിയിട്ടുള്ള വസ്തുവകകൾ അവൻ സംരക്ഷിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ജൂബിലി വർഷത്തിൽ അവന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഭൂമി വസ്തുവകകൾ അവനിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നാണ് 25-ാമത്തെ അധ്യായത്തിൽ
ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ മറക്കരുതാത്ത വേറൊരു വസ്തുത എന്ന് പറയുന്നത് ലേവ്യരുടെ പുസ്തകത്തിൽ തന്നെ 25-ാമത്തെ അധ്യായത്തിൽ വേറൊരു വസ്തുത കൂടി കാണുന്നുണ്ട്. ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ട കുടുംബഭൂമിയും അല്ലെ കൃഷിഭൂമിയും കുടുംബ വസ്തുവകകളും അവൻ്റെ സ്വകാര്യ സ്വത്താണെന്ന് പറയുമ്പോൾ തന്നെ ഒരു വസ്തുത ദൈവവചനം ആവർത്തിച്ച് അടിയുറപ്പിച്ച് പറയുന്നത് ഇതാണ്: ഭൂമി എൻ്റേതാണ്, നിങ്ങൾ കാര്യസ്ഥന്മാരാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഭൂമി എൻ്റേതാണ്, നിങ്ങൾ കാര്യസ്ഥരാണ്. ഇവിടെ തെളിഞ്ഞു വരുന്നൊരു വസ്തുത, സ്വകാര്യമായിട്ട് ഒരു വ്യക്തിക്ക് സമ്പാദിക്കാമെങ്കിലും അവന് സ്വത്തുണ്ടാകാമെങ്കിലും ഇത് കാര്യസ്ഥ അവകാശം മാത്രമേ ഓരോ മനുഷ്യ വ്യക്തിക്കുമുള്ളൂ. എന്ന് പറഞ്ഞാൽ സമൂഹ നന്മയ്ക്ക് വേണ്ടി, അപരന് വേണ്ടി, സഹോദരന് വേണ്ടി പങ്കുവയ്ക്കപ്പെടേണ്ട സ്വകാര്യ സ്വത്താണ് ഓരോ വ്യക്തിയും കൈയേറ്റിയിരിക്കുന്നത്. ഈ സ്വകാര്യ സ്വത്ത് ഓരോ വ്യക്തിയും കൈയാളുമ്പോൾ അനധികൃതമായി സഹോദരനെ മറക്കുമ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ആമോസിൻ്റെയും യെശയ്യാ പ്രവാചകനും പറയുന്നുണ്ട്. സഹോദരനെ ചൂഷണം ചെയ്യുന്നതിനെതിരായിട്ട് യെശയ്യാ പ്രവാചകൻ പറയുന്ന ഒരു വാക്യം വളരെയേറെ ശ്രദ്ധാർഹമാണ്. ഞാൻ വചനം വായിക്കുകയാണ്. ഇപ്രകാരമാണ് വായിക്കുന്നത്: മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിൻ്റെ മധ്യത്തിൽ തനിച്ചു വസിക്കുന്നവർക്ക് ദുരിതം. സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്യുന്നത് ഞാൻ കേട്ടു: അനേകം മന്ദിരങ്ങൾ നിർജ്ജനമാകും, മനോഹരമായ മാളികകൾ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനങ്ങളിൽ. അപ്പോൾ അന്യായമായിട്ട് കൈവശപ്പെടുത്തുന്ന സ്വത്തിനെ സംബന്ധിച്ചിട്ടുള്ള പ്രവാചകന്റെ സ്വരം ഇതാണ്. നീതിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെതിരായിട്ട് ആമോസ് പ്രവാചകൻ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പ്രകാരം വായിക്കുന്നു: കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. എന്നിട്ട് പ്രവാചകൻ വീണ്ടും പറയുകയാണ്: അവർ വയലുകൾ മോഹിക്കുന്നു, അവ പിടിച്ചടക്കുന്നു. അവർ വീടുകൾ മോഹിക്കുന്നു, അവ സ്വന്തമാക്കുന്നു. അവൻ്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു. അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു: ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. മിഖായയുടെ പ്രവാചക പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം, ആമോസിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. അപ്പോൾ ആമോസ്, യെശയ്യാ, ജെറമ്യാ തുടങ്ങിയ പ്രവാചകന്മാരൊക്കെ ആവർത്തിച്ച് പറയുമ്പോൾ സ്വകാര്യ സ്വത്തിനെ കുറിച്ചോ അന്യായമായിട്ട് ഒരു വ്യക്തി കൈയടക്കുന്ന വസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ദുരിതമെന്നാണ് പറയുന്നത്. സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത് അവകാശമാണെങ്കിലും സഹോദരനെ മറന്നുകൊണ്ട് അന്യായത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു ബന്ധിക്കുന്നു എന്ന് കാണുന്നു. വീണ്ടും ഇത് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലുള്ള മുന്നറിയിപ്പുകളാണെങ്കിൽ സഭാപിതാക്കന്മാർ പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാലഘട്ടത്തിനോട് അനുബന്ധിച്ച് അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സഭാപിതാക്കന്മാർ പറയുന്നത് ഇതിനേക്കാൾ ശക്തിയായ ഭാഷയിൽ അനീതി പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്വത്ത് സംരക്ഷകരെ കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് വിശുദ്ധ ക്രിസോസ്റ്റോം ഡിഡാക്ക എന്ന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ബേസിൽ ഇപ്രകാരം അനീതി പ്രവർത്തിക്കുന്നവരെ കുറിച്ച് പറയുന്ന ചില വാക്യങ്ങൾ വളരെയേറെ ചിന്തനീയമാണ്. ഞാൻ 1-2 വാക്യങ്ങൾ മാത്രം വായിക്കുകയാണ്. ആദ്യമായിട്ട് ഡിഡാക്കയിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: ആവശ്യക്കാരിൽ നിന്ന് നീ മുഖം തിരിക്കരുത്, നിനക്കുള്ളത് നിന്റെ സഹോദരനുമായി നീ പങ്കുവെക്കുക. ഇത് എൻ്റെ സ്വന്തം ധനമാണ് എന്ന് നീ പറയരുത്. നിങ്ങൾ അനശ്വരമായവയുടെ പങ്കുകാരാണെങ്കിൽ നശ്വരമായവ എത്രയധികമായി പങ്കുവെക്കേണ്ടിയിരിക്കുന്നു. വളരെയേറെ ചിന്തനീയമായ ഒരു വാക്യമാണ്. നിങ്ങൾ അനശ്വരതയുടെ ഭാഗവാക്കുകളാണെങ്കിൽ നശ്വരമായ സ്വത്തുക്കൾ നിങ്ങൾ എന്തുമാത്രം പങ്കുവെക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും വിശുദ്ധ ക്രിസോസ്റ്റോം പറയുന്നുണ്ട്: എനിക്ക് സ്വന്തമായവ ചെലവഴിച്ച് ഞാൻ സുഖമായി കഴിയുന്നു എന്ന് നീ പറയരുത്. കാരണം അവ നിന്റെ സ്വന്തമല്ല, അവ നിനക്കും നിന്റെ സഹപ്രവർത്തകർക്കും പൊതുവായിട്ടുള്ളവയാണ്. ഭൂമി, സൂര്യൻ തുടങ്ങിയവയെല്ലാം പൊതുവായിരിക്കുന്നത് പോലെ തന്നെ. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു കാര്യം നമ്മൾ മറക്കരുതാത്തതുണ്ട്. കാരണം 3, 4, 5 നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഈ സഭാപിതാക്കന്മാരുടെ പ്രസ്താവനകൾ, സഭാപ്രബോധനങ്ങൾ എന്തുമാത്രം ശക്തമാണ്. സാമൂഹിക നീതിക്ക് വേണ്ടി,
അനധികൃതമായിട്ടുള്ള ക്യാപിറ്റലിസത്തിൻ്റെ അല്ലെങ്കിൽ കമ്പോള സംസ്കാരത്തിനെതിരായിട്ട് 3-ാം നൂറ്റാണ്ടിൽ 4-ാം നൂറ്റാണ്ടിൽ തന്നെ പ്രവാചക സ്വരത്തോടുകൂടെ വിശുദ്ധ ബേസിൽ പറയുന്നതും കൂടെ ഞാനൊന്ന് വായിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഒരുവൻ്റെ വസ്ത്രം കൈവശപ്പെടുത്തുന്നവൻ കള്ളനെന്ന് വിളിക്കപ്പെടുന്നു. സാധിക്കുമായിരുന്നിട്ടും നഗ്നരെ ഉടുപ്പിക്കുവാൻ തുനിയാത്തവന് ഇതിനേക്കാൾ യോജിച്ച മറ്റൊരു പേരുണ്ടോ? വീണ്ടും അദ്ദേഹം തുടരുകയാണ്: നിങ്ങളുടെ അറപ്പുരകളിൽ സമാഹരിച്ചിരിക്കുന്നത് ദരിദ്രൻ്റെ അന്നന്നത്തെ അപ്പമാണ്. നിങ്ങളുടെ അലമാരകളിൽ കുന്നുകൂടിയിരിക്കുന്ന വസ്ത്രങ്ങൾ ഉടുതണി ഇല്ലാത്തവരുടേതാണ്. ഇങ്ങനെ ദീർഘമായി ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. ദീർഘമായിട്ടുള്ള സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളുണ്ട്, സാമൂഹിക നീതിയെ സംബന്ധിച്ചിട്ടുള്ള സഭാ പ്രബോധനങ്ങളുണ്ട്. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് പ്രത്യേകിച്ച് മധ്യ കാലഘട്ടത്തിൽ വിശുദ്ധ തോമസ് അക്വീനാസ് സാമൂഹിക നീതിയുടെ കേന്ദ്രീകൃതമാക്കി വേണം സ്വകാര്യ സ്വത്ത് സമ്പാദിക്കേണ്ടത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. സ്വകാര്യ സ്വത്ത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെങ്കിലും സാമൂഹിക നീതിയും ദൈവിക നീതിയും അനുസരിച്ച് മാത്രമേ സ്വകാര്യ സ്വത്ത് ഒരുവിന് സ്വന്തമാക്കുവാനായിട്ട് അർഹതയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 4 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, സ്വകാര്യ സ്വത്ത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാകുന്നത് അത് അവൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനയുടെ ഒരു പശ്ചാത്തലമുണ്ട്. കാരണം അവൻ്റെ മൗലികമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണത്. വീണ്ടും അദ്ദേഹം പറയുന്നു, ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകളെ പുഷ്പിക്കുന്നതാണ് അവൻ്റെ സ്വത്ത് സമ്പാദനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വീണ്ടും ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനാകുന്നത് കൊണ്ടും മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്നത് കൊണ്ടും ഭൂമിയിലുള്ള സൃഷ്ടവസ്തുക്കൾ ഉപയോഗിക്കുവാൻ ദൈവം മനുഷ്യന് കൽപ്പന നൽകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 3-4 കാര്യങ്ങൾ തോമസ് അക്വീനാസ് പറയുന്നുണ്ട്. ഈ തോമസ് അക്വീനാസിൻ്റെ പ്രബോധനങ്ങളുടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആധുനിക കാലഘട്ടത്തിൽ മാർപ്പാപ്പമാർ സാമൂഹിക നീതിയെക്കുറിച്ചുള്ള പ്രബോധനങ്ങളും സാമൂഹിക ചാക്രിക ലേഖനങ്ങളും എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ഈ സാമൂഹിക നീതിയെക്കുറിച്ച് സഭയുടെ ദർശനങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സഭ എന്നും സമൂഹത്തിൻ്റെ ചൂഷണം അനുഭവിക്കുന്നവരുടെ കൂടെ ചരിത്രഗതിയിൽ നിന്നിട്ടുണ്ട്, ഇന്നും നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ പാർശ്വവൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ അങ്ങേയറ്റം അവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും അവർക്കും സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ അവകാശമുണ്ടെന്നും അങ്ങേയറ്റം ലോകത്തിൻ്റെ മുൻപിൽ ഒരു കമ്പോളിത്ത മുതലാളിത്ത വ്യവസ്ഥതയുടെ മുൻപിൽ അങ്ങേയറ്റം വിളിച്ചു പറയുന്നത് ഇന്നും അന്നും സഭ തന്നെയാണ്. അതുകൊണ്ടാണ് ക്യാപിറ്റലിസവും ഒപ്പം തന്നെ കമ്മ്യൂണിസവും സഭയെ അന്നും ഇന്നും എതിർക്കുന്നത്. കാരണം കുത്തഴിഞ്ഞ അല്ലെങ്കിൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത മുതലാളിത്ത വ്യവസ്ഥയെ സഭയെ അന്നും എതിർക്കുന്നു, ഇന്നും എതിർക്കുന്നു. കമ്മ്യൂണിസം എല്ലാം സ്വകാര്യ സ്വത്തുക്കളും സ്റ്റേറ്റിൻ്റെതാണെന്ന് പറയുന്ന ഒരു ഡെസ്പോട്ടിക് സംവിധാനത്തെ സഭ എതിർക്കുന്നത് കൊണ്ട് കമ്മ്യൂണിസവും ഇന്നും സഭയ്ക്ക് എതിരാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇന്നും സഭയുടെ സാമൂഹിക പഠനങ്ങൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. സഭ നിരന്തരമായിട്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലും സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ട് ശക്തമായി നിലകൊള്ളേണ്ടതുണ്ട്. ഈ സഭയുടെ തുടർന്നുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ ആന്തരിക അർത്ഥങ്ങൾ, അതിൻ്റെ ഘടനകൾ, അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണെന്ന് ആധുനിക കാലഘട്ടത്തിൻ്റെ കേന്ദ്രീകൃതമാക്കി തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് കാണാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344727 2343707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.